ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഫ്യൂജി വാട്ടർ കളർ പോർട്രേറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് ദിവസമായില്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. നോമ്പൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈമിനൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഡിലേ ആയി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഔട്ട്ലൈൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വീഡിയോയിൽ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ വീഡിയോക്ക് ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ വാട്ടർ കളറൊക്കെ ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതുപോലുള്ള ബുക്സ് അവൈലബിൾ ആണ്. നമുക്ക് വെറുതെ ചാർട്ട് അതുപോലുള്ള ചാർട്ട് എന്ന് ഉദ്ദേശിച്ചത് ചാർട്ടിൻ്റെ സൈസിലുള്ള പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ആക്കണം. അതുപോലെ A3 സൈസിലും A4 സൈസിലൊക്കെ നിങ്ങൾക്ക് ബുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വാട്ടർ കളറിൻ്റെ ബുക്കാണിത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ബുക്കായാലും പേപ്പറായാലും അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് പേപ്പർ വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. പേപ്പറൊക്കെ കറക്റ്റ് നോക്കിയിട്ട് വേണം വാങ്ങാൻ. ഞാനിത് 300 GSMൻ്റെ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ബുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ ചെയ്തിട്ട് ആ ഒരു പേപ്പർ സിമ്പിളായിട്ട് പറിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഔട്ട്ലൈന് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടോണൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ വളരെ ലൈറ്റായിട്ട് നന്നായിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫ്യൂജി ഇല്ലയെന്ന് കരുതിയിട്ട് നിങ്ങളിത് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ ട്യൂബിൽ കിട്ടുന്ന കളർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ലൈറ്റായിട്ട് വേണം ഓരോ കളറും നന്നായിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ലെമൺ യെല്ലോ ആണ് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്തരം വർക്കുകൾ ചെയ്യാൻ നല്ല ക്ഷമയാണ് വേണ്ടത്. നിങ്ങൾ പെട്ടെന്നൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത്തരം വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മടുക്കാൻ തോന്നിയാൽ അപ്പോൾ നിങ്ങളത് അവിടെ തൽക്കാലം നിർത്തിയിട്ട് പോകുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റുള്ള സമയത്ത് മാത്രം അത് ബാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ ഒരു പിക്ചർ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പിക്ചർ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന ടോണുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു കളർ തന്നെ 2-3 വട്ടമൊക്കെ ടോണ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഇവിടെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഞാനിന്ന് 3ാമത്തെ ഒരു വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം നമ്മളിതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. നമ്മളിത് ഉണങ്ങുന്നതിന് മുന്നേ ഇത് പെട്ടെന്ന് ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ല ലൈറ്റിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റ് എൻഡിങ് സ്ക്രീനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ കയറി കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ പല കുട്ടികളും ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഏത് വാട്ടർ കളറാണ് നല്ലത് എന്നുള്ളത്. കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കമ്പനിയുടെ വാട്ടർ കളറാണ് കേട്ടോ. ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളർ തന്നെ വാങ്ങാൻ നോക്കുക കേട്ടോ. നിങ്ങൾ ചെറിയൊരു പേയ്മെൻറ്റിൻ്റെ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് വാട്ടർ കളർ യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം നിങ്ങൾ എത്ര നന്നായിട്ട് ചെയ്യുന്ന ആളാണെങ്കിലും അത് നിങ്ങൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് ഒരു ഡള്ള് ഫിനിഷ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ആ വരക്കാനുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി കിട്ടും. കാരണം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടാകും, പക്ഷെ അത് നരച്ചു പോയാൽ നമുക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ ആ പിക്ചറിനോട്. അപ്പോൾ നിങ്ങളെപ്പോഴും ആർട്ടിസ്റ്റ് വാട്ടർ കളർ തന്നെ വാങ്ങാൻ നോക്കുക. പിന്നെ ബ്രഷൊക്കെ നല്ല തന്നെ വാങ്ങാൻ നോക്കുക. നല്ല ക്വാളിറ്റിയുള്ള ബ്രഷ്, കളറ്, അതേപോലെ പേപ്പറൊക്കെ യൂസ് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ പിക്ചറിനും അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതൊരു പിക്ചറാണോ ചെയ്ത് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്ന് ചെയ്തിട്ട് നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ആരും വാശി പിടിക്കരുത്. കാരണം എന്താ വെച്ചാൽ കുറേ കുട്ടികൾ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഒരു 2 ആഴ്ച മുമ്പെങ്കിലും നിങ്ങളതൊരു കമൻറ്റായിട്ട് ഇടുക. എന്തായാലും നമുക്കത് അപ്പോഴത്തേന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ചാനലിൽ ഒരുപാട് സ്കൂൾ പ്രൊജക്റ്റുമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതേപോലെ സ്പെഷ്യൽ ഡേയ്സിനും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് സെർച്ച് ചെയ്താൽ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ നേരിട്ട് കയറി നോക്കിയാൽ നിങ്ങൾക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ ഷംല ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് കൂടി ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കുക. പോരാത്തതിന് നിങ്ങൾ എന്താ പറയുക ഡെയിലി ഒരു വർക്കെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഓരോ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്കിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ വീഡിയോ കണ്ടിട്ട് ആർക്കായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുള്ളൂ. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മുടെ വർക്കിൽ നല്ല മാറ്റം ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റായിട്ട് ചോദിക്കുക. പിന്നെ അതേപോലെ തന്നെ പല കുട്ടികളും സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പല വീഡിയോസും ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നാളേക്കുള്ള വർക്കിന് വേണ്ടിയിട്ട്
ഇന്ന് കമൻറ്റ് ഇടരുത് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വേണേ കമൻറ്റ് ഇടാൻ. കാരണം എന്താണെന്ന് വെച്ചാലും അതല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാതെ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ആ കമൻറ്റ് ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്താൽ അത് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്ത് തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച മുമ്പെങ്കിലും ആ ഒരു കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് ഏത് വർക്കാണോ വേണ്ടത് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ് ഇടുക. അല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ഒരുപാട് തവണ ടോൺ ഇട്ടിട്ടാണ് ഒരു ഫേസ് ഒരു 3D എഫക്റ്റിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ഷമയോട് കൂടി സാവധാനത്തിൽ ഓരോ ഭാഗവും മനസ്സിലാക്കിക്കൊണ്ട് വേണേൽ നിങ്ങൾ ഓരോ വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് ഇനിയും ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഐ ടാഗിലും അതേപോലെ തന്നെ എൻഡ് സ്ക്രീനിലും ഞാൻ ഇതിൻ്റെ പ്ലേലിസ്റ്റും അതുപോലെ വീഡിയോസും ഉൾപ്പെടുത്താം. നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ വർക്കുകൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്, അതായത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങളുടെ വർക്കുകൾ കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരുപാട് നല്ല കമൻറ്റുകൾ ഇട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കമൻസും ഷോർട്ടൗട്ടായിട്ട് ഉൾപ്പെടുത്താം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഫൈൻ ആർട്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ചിത്രകല പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വർക്കുകളും അതിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസ്, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറില്ല, എപ്പോഴെങ്കിലൊക്കെ പറയാറുള്ളൂ. അതായത് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും പിഷ്കത്തരം കാണിക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഓൾ എന്ന് ഇനാബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഡ്രോയിങ് പഠിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടാകും. കുട്ടികൾ എന്ന് ഉദ്ദേശിച്ച് ചെറിയ കുട്ടികൾ മാത്രമല്ല, നമ്മുടെയൊക്കെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വലിയ കുട്ടികളുണ്ട്. അതായത് മുതിർന്ന വീട്ടമ്മമാരും ടീച്ചർമാരും ഒക്കെ ഉണ്ട്. കാരണം അവരുടെ ചെറുപ്പകാലത്ത് അവർക്ക് ഇത് പഠിക്കാനുള്ളൊരു സൗകര്യമില്ലാത്തത് കൊണ്ടാണ് അവരൊക്കെ തന്നെ അത് പഠിക്കാൻ ആഗ്രഹിച്ച് വരുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ.
അപ്പോൾ സ്റ്റുഡൻസ് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്യാമറക്കൊരു ഡൾ ഫിനിഷ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാത്രിയാണ് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വരക്കുമ്പോഴും അതിൻ്റെ താഴെ നമ്മുടെ ഇതുപോലെ പേര് എഴുതാൻ വിട്ടുപോയത് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.